എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ കലിയിളകിയ ബിഗ് മോം അവരാണെങ്കിൽ അവളുടെ സൺ പവർ എടുത്ത് ഇപ്പൊ ജിംബയ്ക്ക് നേരെ ആഞ്ഞടിക്കും. ജിംബൈ ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ജിംബയും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പൊ ഒരു ഭാഗത്ത് സേഫ് ആണ്. പക്ഷെ ബിഗ് മോമിന്റെ ആ വലിയ അറ്റാക്കിൽ ആ ഒരു പ്രദേശം തന്നെ അങ്ങനെ തകർന്ന് പൊട്ടിത്തെറിക്കുകയാണ്. ആ ഗ്യാപ്പിലാണെങ്കിൽ ആരോ ഒരാള് വലിയൊരു ഹാമർ വെച്ച് ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ അതങ്ങനെ തച്ചുടയ്ക്കും. ചുറ്റുമുണ്ടായിരുന്നവരെല്ലാവരും ആ ഒരു കാഴ്ച കണ്ട് ഫ്രീസ് ആവും. ബിഗ് മോമിനാണെങ്കിൽ ഒരു മൈനർ ഹാർട്ട് അറ്റാക്ക് തന്നെ അങ്ങനെ വന്നു പോവാണ്. ആരാണ് അത് ഉടച്ചത്? എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ബിഗ് മോമിന്റെ ഫോട്ടോയിൽ കൈവെക്കും ചോദിച്ച് അവരെല്ലാവരും ടെററായിട്ട് അവിടേക്ക് ഓടി അടുക്കും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ ആ കാഴ്ച കണ്ട് വലിയ എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിൽ തുള്ളിച്ചാടും. കാരണം നമ്മുടെ ആൾക്കാരുടെ ഏറ്റവും വലിയൊരു ടാസ്ക് അത് ആ ഫോട്ടോ തകർക്കുക എന്നായിരുന്നു. ഇനി ബിഗ് മോം അവൾ ആ ഫോട്ടോ തകർന്നത് കണ്ട് ഷോക്കായി ഹോക്കി പവർ അത് റിലീസ് ചെയ്ത് നിലവിളിക്കാൻ തുടങ്ങും. ആ ഗ്യാപ്പിൽ വേണം അവൾ അറ്റാക്ക് ചെയ്ത് തകർക്കാൻ. ഇവിടെ കപ്പോംസ് ആളും ആളുടെ ടീമും ആ റോക്കറ്റ് ലോഞ്ചറൊക്കെ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ അങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഇവിടെ ബിഗ് മോമിന്റെ അമ്മയുടെ ഫോട്ടോ തകർത്ത ആളാണെങ്കിൽ ആ ഫേസ് മാസ്ക് പതിയെ അങ്ങനെ റിമൂവ് ചെയ്ത് കൊണ്ടുവരാണ്. എല്ലാവരുടെയും മുഖത്ത് ഭയങ്കര ആകാംക്ഷ. അതാരാണെന്നറിയാൻ. അത് മറ്റാരും അല്ല, സാക്ഷാൽ നമ്മുടെ ബ്രൂക്കിനെ കാണേണ്ട താമസം എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. പ്രത്യേകിച്ച് ബിഗ് മോം ആണെങ്കിൽ ബ്രൂക്കിന്റെ കാറ്റ് പോയെന്നാണ് കരുതിയത്. അതുകൊണ്ടാണ് ബ്രൂക്കിനെ വലിച്ചെറിഞ്ഞ് ഇവിടേക്ക് വന്നത്. പക്ഷേ അവള് പെറ്റാക്കണമെന്ന് ആഗ്രഹിച്ച ബ്രൂക്ക് അവനെ ഇപ്പോ നേരിട്ട് കണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല, ഒരുപാട് ആഗ്രഹിച്ച ആ വെഡ്ഡിംഗ് കേക്ക് അത് അവളുടെ കൺമുൻപിൽ തകർന്ന് കിടക്കുവാണ്. അതിലുപരിയായിട്ട് അവൾ എപ്പോഴും അവളുടെ കൂടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ച സാക്ഷാൽ ജിംബൈ അവനും ഇപ്പോൾ അവളെ വിട്ടുപോവാണ്. കൊല്ലപ്പെട്ടു എന്ന് കരുതിയ ലൂഫി അവൻ പൂർവാധിക ശക്തിയോടുകൂടെ അവളുടെ തന്നെ മകളെ ട്രാപ്പിലാക്കി ഇപ്പൊ അവൾക്ക് വലിയൊരു വെല്ലുവിളിയായിട്ട് അവിടേക്ക് വന്നിരിക്കുകയാണ്. സോ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഓർത്ത് ഇപ്പൊ ബിഗ് മോമിന് തല ചുറ്റാനായിട്ട് തുടങ്ങും. ബിഗ് മോം ആണെങ്കിൽ നമ്മുടെ ആൾക്കാർ ഓരോരുത്തരായിട്ട് ലക്ഷ്യമിട്ട് അങ്ങനെ നടക്കുകയാണ്. അവൾക്കാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവൾ നിലവിളിക്കുന്നതും അവളുടെ ബോഡിയിൽ നിന്ന് ആ ഹോക്കി പവർ അത് പുറത്തു വരുന്നത് കാത്തിരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് ലൂഫിയുടെ രൂപത്തിലുള്ള ആനിമൽസ് അവറ്റകളാണെങ്കിൽ അവിടെയുള്ള ആൾക്കാരുടെ ദേഹത്തൊക്കെ പാഞ്ഞ് കയറാൻ തുടങ്ങും. അത് കണ്ട് സ്മോക്കിനാണെങ്കിൽ ആളുടെ ടെൻഷൻ കൂടി വരും. സ്മോക്കിനാണെങ്കിൽ ഇപ്പോഴും അറിയില്ല ബിഗ് മോം അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുവെന്ന്. അവന്റെ കണ്ണിൽ ഇപ്പോഴും ലൂഫി ആൻഡ് ടീം അവര് മാത്രമാണ് ശത്രുക്കള്. വിൻസ്മോക്ക് ആണെങ്കിൽ അവരുടെ ആയുധങ്ങൾ തിരികെ ചോദിക്കും. നാക്ക് നീട്ടിയവൻ ക്യാഷ്വലായിട്ട് പറയും, ഞങ്ങൾക്കിപ്പോ അത് തരാനായിട്ട് കഴിയില്ല. ഇവിടെ എന്ത് നടന്നാലും അത് ഹാൻഡിൽ ചെയ്യാൻ ഇവിടെ ഞങ്ങളുണ്ട്. അതേസമയം ഇവിടെ സാഞ്ചി അവനാണെങ്കിൽ പുട്ടിങ്ങിനെ സേഫ് ആയ ഒരു സ്ഥലത്തേക്ക് മാറ്റുകയാണ്. അടുത്ത നിമിഷം പുട്ടിങ് അവളുടെ റിയൽ ഫേസ് അത് കാണിക്കും. അവൾ ആ ഗണ്ണെടുത്ത് അവനെ ഷൂട്ട് ചെയ്യാണ്. അവൾ ഷൂട്ട് ചെയ്യേണ്ട താമസം സാഞ്ചി ആണെങ്കിൽ ജസ്റ്റ് മിസ്സിന് ആ ബുള്ളറ്റിൽ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. എനിക്കൊരു തവണ അബദ്ധം പറ്റി, ഇനി നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല എന്ന് പറഞ്ഞ് അവൾ വീണ്ടും അച്ചറം പൊച്ചറം ഷൂട്ട് ചെയ്യും. സാഞ്ചി ആണെങ്കിൽ അവളുടെ മുഖത്ത് നോക്കി പറയും, നീ ഇപ്പോ ആക്ട് ചെയ്യാണ് നിന്റെ അമ്മയ്ക്കും ബാക്കിയുള്ളവർക്കും വേണ്ടി. സത്യത്തിൽ നീ ഒരു നല്ല പെൺകുട്ടിയാണ്. അതിന് അവളാണെങ്കിൽ പൊട്ടിക്കരഞ്ഞ് ദേഷ്യപ്പെട്ടു പറയും, ഒരിക്കലുമല്ല, എന്റെ റിയൽ ഫേസ് ഇത് തന്നെയാണെന്ന് പറഞ്ഞ് അവൾ നിർത്താതെ ഷൂട്ട് ചെയ്യും. അപ്പോഴാണെങ്കിൽ വേറൊരു വില്ലൻ സാഞ്ചി അറ്റാക്ക് ചെയ്യും. അത് കണ്ട സാഞ്ചി ആണെങ്കിൽ പുട്ടിങ്ങിനെ എടുത്ത് ദൂരേക്ക് ഓടും. പുട്ടിങ്ങിനോട് ചോദിക്കും, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ? ആ വില്ലനാണെങ്കിൽ പുട്ടിങ്ങിനോട് തീർത്തു പറയും, നീ ഒറ്റൊരാൾ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ കറക്റ്റായിട്ട് സാഞ്ചിയെ ഷൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ കുഴപ്പമൊന്നും വരില്ലായിരുന്നു. അതിനവളാണെങ്കിൽ അവന്റെ കാലിൽ വീണ് കെഞ്ചും, ദയവ് ചെയ്ത് എനിക്ക് ഒരു അവസരം കൂടെ തരണം, അവനെ ഞാൻ തന്നെ കൊല്ലാന്ന് പറയും. അതിനവനാണെങ്കിൽ അവളെ അട്ടിച്ച് തെറിപ്പിച്ച് അവന്റെ പവറെടുത്ത് ഇപ്പൊ സാഞ്ചിയെ കൊല്ലാൻ തയ്യാറെടുക്കുകയാണ്. അതിനുശേഷം അവൻ സ്ട്രെയിറ്റ് ആയിട്ട് സാഞ്ചിക്ക് നേരെ വരികയാണ്. സാഞ്ചിയും ആ വില്ലനും രണ്ടുപേരും വമ്പൻ ആക്ഷനും പവർ ഉപയോഗിച്ച് പൊരിഞ്ഞ അട്ടിയിടി ബാളം. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത് ഇവിടെ ബ്രോലിയെ കാണിക്കും. അവൾക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം. കാരണം അവളുടെ പവർ അത് മാത്രം ഉപയോഗിച്ചാണ് നമ്മുടെ ആൾക്കാർ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. മറ്റൊരു ഭാഗത്ത് സീസർ അവനാണെങ്കിൽ എങ്ങനെയെങ്കിലും മോമിനെ കൊന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം എന്നൊരു ചിന്ത മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഇവിടെ സാഞ്ചിയും ആ വില്ലനും അവർ രണ്ടുപേരും നിർത്താതെ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. മറ്റൊരു ഭാഗത്ത് എല്ലാവരും ഇപ്പൊ ബിഗ് മോമിനെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. അവൾ എങ്ങനെയെങ്കിലും കൺട്രോൾ നഷ്ടപ്പെട്ട് നിലവിളിച്ച് കരഞ്ഞ് അവളുടെ പവർ അത് പുറത്തേക്ക് കൊണ്ടുവരണം. എങ്കിലും മാത്രമേ അവൾ വീക്കായി അവളെ അറ്റാക്ക് ചെയ്യാൻ പറ്റൂ. പക്ഷെ ബിഗ് മോം അവർ ചുറ്റും നടക്കുന്ന കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ തലയൊക്കെ കറങ്ങി ഒരു സൈഡിൽ നിൽക്കും. മറ്റൊരു ഭാഗത്ത് കപ്പോംസ്
ആളാണെങ്കിൽ ലൂഫിയെ പിടിച്ചു വലിച്ച് അവനോട് സീക്രട്ടായിട്ട് പറയും, എനിക്ക് ഈ ഒരു അവസ്ഥയിൽ നോക്കി നിൽക്കാനായിട്ട് കഴിയില്ല, ഞാനാണ് സെക്യൂരിറ്റി ഇൻചാർജ്, സോ ഞാനൊരു ഡ്രാമ അത് അവർക്ക് മുൻപിൽ കാണിക്കാൻ പോവാണ്, നീ എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കണം എന്ന് പറഞ്ഞ് ലൂഫി അങ്ങനെ തൂക്കിയെടുത്ത് ആ വില്ലന്മാരുടെ മുൻപിലേക്ക് കാണിച്ചു കൊടുക്കും. അതിനാ വില്ലന്മാരാണെങ്കിൽ ലൂഫിയെ കൊല്ലാനായിട്ട് പറയും. ഉടനെ കപ്പോംസ് ലൂഫിയുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാനായിട്ട് തുടങ്ങുകയാണ്. മറ്റൊരു ഭാഗത്ത് ജിംബയെ ഒരുപാട് വില്ലന്മാരങ്ങനെ റൗണ്ട് ചെയ്ത് അറഞ്ചം പുറഞ്ചം അടിക്കും. ജിംബയും ആളുടെ സർവ്വ സ്ട്രെങ്ത്തും എടുത്ത് അവരെ അടിച്ച് ഓരോ ഭാഗത്തേക്ക് തെറിപ്പിച്ച് കളയുകയാണ്. ബ്ലാക്ക് ഔട്ട് ചെയ്ത് പെട്രോ ആണെങ്കിൽ ആ ഓവന്റെ അടുത്തേക്ക് വരികയാണ്. ഓവനെ കാണുമ്പോൾ തന്നെ ജിംബൈ ആള് പെട്രോയോട് നിലവിളിച്ച് പറയും, പെട്രോ അത് ഓവനാണ്, സോ വളരെയധികം കെയർഫുൾ ആയിരിക്കണം അവന്റെ കൂടെ ഫൈറ്റ് ചെയ്യുമ്പോൾ. പെട്രോ ആണെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് തന്നെ ഓവൻ പെട്രോയുടെ സ്ക്വാഡ് അതങ്ങനെ കരിച്ചു കളയും. അവന്റെ കൈയിനും അവന്റെ കൈക്കും ഇപ്പോൾ ഓവന്റെ പവറിൽ പരിക്ക് പറ്റുകയാണ്. ആക്ച്വലി വർഷങ്ങൾക്ക് മുൻപ് ഇവനെയും ഇവന്റെ ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്ത് കറക്റ്റായിട്ട് ഹോൾഡ് ചെയ്തത് ഈ ഓവൻ വില്ലനാണ്. ഒരു കാരണവശാലും നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് പെട്രോ ആണെങ്കിൽ അവനുമായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഇവിടെ നമ്മുടെ ആൾക്കാരെല്ലാവരും ബിഗ് മോമിനെ തന്നെ ആകാംക്ഷയോടുകൂടെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴായിരിക്കും ബ്രൂക്കിന്റെ തല അതുമാത്രം ആരോ വെട്ടിയെറിയ. അവന്റെ തല മാത്രം ഉരുണ്ട് വരുന്നത് കണ്ട് ലൂഫി പേടിക്കും. ഉടനെ ബ്രൂക്ക് ആണെങ്കിൽ ലൂഫി ആശ്വസിപ്പിക്കുകയാണ്, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, എന്റെ ജീവനൊന്നും പോയിട്ടില്ല, ഞാൻ എന്തായാലും ഇരിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം ഇവിടെ പരസ്പരവും അവനാണെങ്കിൽ എന്റെ ജെല്ലി പവർ വെച്ച് വിങ് സ്മോക്ക് ഫാമിലിയെ മുഴുവനായിട്ടും ലോക്ക് ചെയ്ത് കഴിഞ്ഞു. അത് കണ്ട് ലൂഫി ആണെങ്കിൽ ഹോംസിനോട് അവന്റെ കൈയെടുക്കാൻ പറയും. അവൻ എത്രയും വേഗം വിങ് സ്മോക്ക് ഫാമിലിയെ സേവ് ചെയ്യണം. സ്മോക്ക് ആണെങ്കിൽ വണ്ടർ അടിച്ച് ബിഗ് മോമിനോട് പറയും, ബിഗ് മോം നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളുടെ ആൾക്കാര് അവരിവിടെ ഞങ്ങളെയാണ് ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് പറയും. അത് കേട്ട് വിങ് സ്മോക്കിന്റെ മക്കളാണെങ്കിൽ ചിരിക്കാൻ തുടങ്ങും. റേച്ചു ആണെങ്കിൽ തലയ്ക്ക് കൈ കൊടുക്കും. ഇവരിങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് അവൾ അങ്ങനെ ചിന്തിച്ചു നിൽക്കും. ഇവരോ ആണെങ്കിൽ ബെല്ലി എന്തോ റോക്കറ്റ് വിട്ട സന്തോഷത്തിലിരിക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് സ്മോക്ക് ഫാമിലിയെ പോലെ ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു പറ്റം ടീമിനെ അവൻ ലോക്ക് ചെയ്ത് കൊല്ലാൻ പോകുന്നത്. ഇവിടെ വിൻസ്മോക്കിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം ആളുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു നോർത്ത് ബ്ലൂ പഴയതുപോലെ എങ്ങനെയെങ്കിലും കോൺക്വയർ ചെയ്തെടുക്കുക എന്നത്. മാത്രമല്ല മോമിന്റെ പക്കൽ നിന്ന് ഇങ്ങനെ ഒരു വലിയ ചതി അത് ആള് പ്രതീക്ഷിച്ചത് പോലുമില്ല. ആളാണെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് കരയാണ്. അത് കണ്ട് ചുറ്റും ഉണ്ടായിരുന്നവരെല്ലാവരും ആളെ കളിയാക്കും. ഇത്രയും പവർഫുള്ളായ വിൻസ്മോക്ക് ആള് ബിഗ് മോമിന്റെ മുൻപിൽ മുട്ടുമടക്കിയെന്ന്. അത് കേട്ട് വീണ്ടും സങ്കടത്തിൽ ആള് പൊട്ടിക്കരയും. അതേസമയം ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സംശയം. അവനാണെങ്കിൽ ബ്രൂക്കിനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ബിഗ് മോം അവൾ ഷോക്ക് ആവാതിരുന്നേ, നമ്മുടെ പ്ലാൻ അതെല്ലാം തന്നെ തെറ്റിപ്പോയോ? അതിന് ബ്രൂക്ക് പറയും, കറ്റേ ടൈം ഒന്നിൽ കൂടുതൽ ഷോക്ക് ഉണ്ടായി, അതുകൊണ്ടാണ് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പകച്ചു നിൽക്കുന്നത്. നമ്മുടെ മുൻപിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, അവളുടെ മുൻപിൽ വെച്ച് വീണ്ടും ആ ഒരു ഫോട്ടോ അത് തച്ചുടയ്ക്കണം. ബ്രൂക്ക് പറയേണ്ട താമസം ലൂഫി ആണെങ്കിൽ ചാടി എഴുന്നേക്കും. ഞാനതിന് റെഡിയാണ്, എത്രയും വേഗം അവളുടെ മുൻപിൽ വെച്ച് ആ ഫോട്ടോ അത് ഞാൻ തന്നെ തല്ലി ഉടയ്ക്കും. അവനത് പറയേണ്ട താമസം അവിടേക്ക് ആ കട്ടകുറി വില്ലൻ അവൻ നടന്നു വരികയാണ്. ബ്രൂക്ക് പറയും, നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന അത് ബിഗ് മോം അല്ല, മറിച്ച് ഇവനാണ്. ഇവനെ എങ്ങനെയെങ്കിലും തകർത്തിട്ടില്ല എങ്കിൽ നമ്മുടെ പ്ലാൻ അത് മുഴുവൻ തന്നെ സ്പോയിലാവും. ഉടനെ കപ്പോംസ് ആണെങ്കിൽ നമ്മുടെ ആൾക്കാരുടെ മുൻപിലേക്ക് വരും. അവന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് പെട്രോയും ബജിയും അങ്ങനെ എല്ലാവരും ഇപ്പൊ അവനെ തടയാനായിട്ട് അവന്റെ മുൻപിലേക്ക് വരും. അതേസമയം ഇവിടെ ലൂഫി ആണെങ്കിൽ ആ പൊട്ടിപ്പോയ ഫോട്ടോ അത് കഷ്ടപ്പെട്ട് ഒന്നിപ്പിക്കുകയാണ്. ഇവിടെ കപ്പോംസ് അവൻ ഫുൾ ആറ്റിറ്റ്യൂഡിൽ ഇപ്പൊ ആ വില്ലനെ വെല്ലുവിളിക്കുകയാണ്. എനിക്കറിയാം നീ ഇതിനോടകം ഫ്യൂച്ചർ മുഴുവൻ കണ്ടിട്ടുണ്ടാവുമെന്ന്, പക്ഷെ നിന്റെ ഫ്യൂച്ചർ അത് ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് അവൻ ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ലൂഫി അവൻ ആ തകർന്ന ഫോട്ടോ ഒക്കെ കൂട്ടിവെച്ച് മോമിനെ ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ചാടി ഓടി പോകുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.